ചരക്ക് കപ്പലിലെ ഡെക്ക് ഡിപ്പാർട്ട്മെന്റ് റാങ്കുകളും ജോലികളും എന്താണെന്ന് നോക്കാം. അക്കോമഡേഷൻ ഏരിയ, കാർഗോ ഹോൾഡ് ഏരിയ, അതുപോലെ തന്നെ പുറമേയുള്ള എല്ലാ ഭാഗങ്ങളെയും ഡെക്ക് എന്നാണ് പറയുന്നത്. ഒന്നാമതായി വരുന്നത് ക്യാപ്റ്റൻ അല്ലെങ്കിൽ മാസ്റ്റർ. കപ്പലിന്റെ ഓവറോൾ ഇൻചാർജ് ക്യാപ്റ്റൻ ആണ്. പിന്നെ വരുന്നത് ചീഫ് ഓഫീസർ. 4 to 8 നാവിഗേഷൻ വാച്ച്, കാർഗോ ഓപ്പറേഷൻ, ഡെക്ക് മെയിൻ്റനൻസ്, ക്രൂ മാനേജ്മെന്റ്, ഷിപ്പ് സ്റ്റെബിലിറ്റി, അതുപോലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് ചീഫ് ഓഫീസറിനുള്ളത്. പിന്നെ വരുന്നത് സെക്കൻഡ് ഓഫീസർ. നാവിഗേഷൻ പ്ലാൻ റെഡിയാക്കുക, 12 to 4 നാവിഗേഷൻ വാച്ച്, കാർഗോ ഓപ്പറേഷൻ ഡ്യൂട്ടീസ്, മൂറിംഗ് ഓപ്പറേഷൻ, ഹോസ്പിറ്റലിന്റെയും മരുന്നുകളുടെയും ഇൻചാർജും ആവശ്യമായ മരുന്നുകൾ നൽകുന്നതും കപ്പലിലെ മെഡിക്കൽ ഓഫീസറായ സെക്കൻഡ് ഓഫീസറാണ്. പിന്നെ വരുന്നത് തേർഡ് ഓഫീസർ. 8 to 12 നാവിഗേഷൻ വാച്ച്, കാർഗോ ഓപ്പറേഷൻ ഡ്യൂട്ടി, ലൈഫ് സേവിംഗ് ആൻഡ് ഫയർ ഫൈറ്റിംഗ് അപ്ലയൻസസിന്റെ ഇൻചാർജും മെയിൻ്റനൻസും തേർഡ് ഓഫീസറിനാണ്. അടുത്തത് ഡെക്കേഡറ്റ്. ഇതൊരു ട്രെയിനിങ് പീരീഡ് ആണ്. പ്രത്യേകിച്ച് റെസ്പോൺസിബിൾ ഡ്യൂട്ടീസ് ഒന്നുമില്ല. നാവിഗേഷൻ വാച്ച്, കാർഗോ ഓപ്പറേഷൻ, ഡെക്ക് മെയിൻ്റനൻസ്, അതുപോലുള്ള എല്ലാ ജോലികളിലും സഹായിക്കുക, ജോലികളൊക്കെ പഠിച്ചെടുക്കുക. സീ സർവീസ് കംപ്ലീറ്റ് ആക്കി നാട്ടിൽ പോയി സെക്കൻഡ് മേറ്റ് എക്സാം ക്ലിയർ ചെയ്ത് തേർഡ് ഓഫീസറായി വരാം. അടുത്തത് ബോസൻ. ഡെക്ക് സൈഡ് മെയിൻ്റനൻസ് ജോലികളുടെ മേൽനോട്ടം ബോസനാണ്. ചീഫ് ഓഫീസറാണ് ബോസന് ദിവസേന ജോലികൾ നൽകുന്നത്. ചിപ്പിംഗ്, പെയിന്റിംഗ്, ക്ലീനിങ്, മൂറിംഗ്, ബൾക്ക് കാരിയർ, ടാങ്കർ പോലുള്ള കപ്പലുകളാണെങ്കിൽ കാർഗോ ഹോൾഡ് ക്ലീനിങ്, ഇതൊക്കെ ഡെക്ക് റൈറ്റിംഗ്സിനെ കൂടെ നിർത്തി പൂർത്തീകരിക്കലാണ് ബോസന്റെ ജോലി. അടുത്തത് ഡെക്ക് ഫിറ്റർ. ഡെക്ക് സൈഡിൽ വരുന്ന എല്ലാ ടെക്നിക്കൽ ജോബുകളും, അതായത് കട്ടിംഗ്, വെൽഡിംഗ്, ഫിറ്റിംഗ്, ഫാബ്രിക്കേഷൻ, ഡെക്ക് എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റനൻസ് പോലുള്ള എല്ലാ ജോലികളും ചീഫ് ഓഫീസറിന്റെ നിർദ്ദേശം അനുസരിച്ച് ഡെക്ക് ഫിറ്റർ ആണ് ചെയ്യുന്നത്. അടുത്തത് AB. നാവിഗേഷൻ ഓഫീസറെ നാവിഗേഷൻ വാച്ചിന് ഹെൽപ്പ് ചെയ്യുക, കാർഗോ വാച്ച്, മൂറിംഗ് ഓപ്പറേഷൻ, ബോസനൊപ്പം ഡെക്ക് മെയിൻ്റനൻസ്. അത്യാവശ്യ ഘട്ടങ്ങളിലും കപ്പൽ പോർട്ടിലേക്ക് അടുപ്പിക്കുമ്പോഴും ഓട്ടോ പൈലറ്റ് മാറ്റി മാനുവൽ മോഡാക്കുമ്പോൾ കപ്പലിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നതും AB ആണ്. അടുത്തത് OS. ബോസനൊപ്പം ഡേ വർക്കിലാണ് OS വരുന്നത്. ഡെക്ക് മെയിൻ്റനൻസ്, മൂറിംഗ് ഓപ്പറേഷൻ, കാർഗോ ഓപ്പറേഷൻ ഡ്യൂട്ടീസ്, ഇതൊക്കെയാണ് OSന്റെ ജോലികൾ. അവസാനമായി വരുന്നത് ട്രെയിനി OS. ഇതൊരു ട്രെയിനിങ് പീരീഡ് ആണ്. ബോസനൊപ്പം ഡേ വർക്കിലാണ് വരുന്നത്. ഡെക്ക് മെയിൻ്റനൻസ് അതുപോലെയുള്ള എല്ലാ ജോലികളിലും ഹെൽപ്പ് ചെയ്യുക, അതെല്ലാം പഠിച്ചെടുക്കുക, ഇതൊക്കെയാണ് ട്രെയിനി OSന്റെ ജോലികൾ. കപ്പൽ ജോലിയുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കായി സെയിലർ റാഷി എന്ന എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്തു വെച്ചോ.